മതത്തിൻ്റെ പുറന്തോട് പൊട്ടിച്ച് ആത്മീയതയുടെ അകക്കാമ്പിനെ ആസ്വദിക്കാനുള്ള അവസരമായി തീരട്ടെ 50 നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളും. ആയുധമേന്തി ദൈവത്തിൻ്റെ സംരക്ഷകരാകാനാണ് പലപ്പോഴും മതത്തിൻ്റെ ബോധം നമുക്ക് നൽകുക. എന്നാൽ ആത്മീയതയുടെ അവബോധം സ്വീകരിച്ചു കഴിഞ്ഞ ജീവിതത്തിൽ സാക്ഷ്യം നൽകി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി തീരാൻ സാധിക്കും. ദൈവത്തെ സംരക്ഷിക്കാനല്ല, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായി തീരാനാണ് മതവും ആത്മീയതയും മനുഷ്യരെ വഴി നടത്തുക. ജീവിതത്തിൽ എല്ലാ മനുഷ്യരും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വരുമ്പോൾ ആശ്വാസമായി പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇത് കടന്നു പോകും, ഈ സമയവും കടന്നു പോകുമെന്നാണ് സമാശ്വാസത്തിൻ്റെ സന്ദേശമായി കഷ്ടതകളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന വാചകങ്ങൾ. എന്നാൽ സമയം പറയുന്നത് എങ്ങനെയാണ്? ഈ സമയം മാത്രമല്ല, ഈ മനുഷ്യരും കടന്നു പോകും എന്നുള്ളതാണ്. മനുഷ്യരായ നമ്മൾ ജീവിതത്തിൻ്റെ കഷ്ടകാലം കടന്നു പോകുമെന്ന് കരുതുന്നത് പോലെ തന്നെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന മറ്റൊരു കാഴ്ചപ്പാടാണ് മനുഷ്യരായ നമ്മളും കടന്നു പോകും എന്നുള്ളത്. കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ഏത് സ്മൃതിക്കാണ് സ്മൃതിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മായാത്ത സ്മൃതികളായി, ഓർമ്മകളായി നമ്മൾ നിലനിൽക്കുമ്പോൾ പിന്നെ ഏത് സ്മൃതിക്കാണ്, മരണത്തിനാണ് മനുഷ്യനെ ഇല്ലാതാക്കാൻ പറ്റുക? ഗുരുക്കന്മാർ പറയുന്ന വാക്കിങ്ങനെയാണല്ലോ, ക്രോസ് ഈസ് ബെറ്റർ ദാൻ റോസ്. മനോഹരമായ പനിനീർ പുഷ്പം സുന്ദരാണ്, പക്ഷേ അതിനേക്കാൾ ജീവിതത്തെ സുന്ദരമാക്കുന്നതായി വിശുദ്ധർ കണ്ടത് കുരിശിൻ്റെ കാഴ്ചപ്പാടുകളും സന്ദേശവുമാണ്. ഈ നോമ്പ് കാലം നമ്മുടെ മനസ്സിലും സൂക്ഷിക്കാം ഈ ആപ്തവാക്യം, ക്രോസ് ഈസ് ബെറ്റർ ദാൻ റോസ്. ഒപ്പം ഏത് സ്മൃതിക്കാണ് സ്മൃതിയെ തോൽപ്പിക്കാൻ കഴിയുക എന്ന ഓർമ്മപ്പെടുത്തലും, ഒപ്പം മതത്തിൻ്റെ പുറന്തോടിനപ്പുറം ആത്മീയതയുടെ അകക്കാമ്പിനെ കൂടി സ്വന്തമാക്കാൻ ഈ 50 നോമ്പിൻ്റെ അനുഗ്രഹീത ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.